ഒറ്റ നോട്ടത്തിൽ ഇത് അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു എക്സൽ ട്യൂട്ടോറിയലാണെന്ന് തോന്നാം. കാരണം നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റാണ്. ഈ മാർക്ക് ലിസ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും ടോട്ടൽ മാർക്സ്, പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, റാങ്ക്, ഗ്രേഡ്, ഏതൊക്കെ വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷകൾക്കും പാസ് മാർക്ക് നേടി എന്നതൊക്കെയാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുലകളിൽ ഒരു ഫോർമുല, ഒരല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഫോർമുലയാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഈ ഫോർമുല യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം. സോ എന്താണ് ആ ഫോർമുല നോക്കാം. 14 വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ്, മാത്സ്, കമ്പ്യൂട്ടർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പരീക്ഷകൾക്ക് നേടിയ മാർക്കുകളാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ടോട്ടൽ മാർക്സ് കണ്ടെത്താനായിട്ട് ടോട്ടൽ മാർക്സ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സം എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ വിദ്യാർത്ഥിയുടെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥി നേടിയ ടോട്ടൽ മാർക്സ് ഇവിടെ വന്നാൽ കാണാം 342. ഇനി ഈ സെല്ലിലെ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന ഓരോ വിദ്യാർത്ഥി നേടിയ ടോട്ടൽ മാർക്സ് ഇവിടെ വന്നു. അടുത്തത് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഓരോ വിദ്യാർത്ഥിയും എത്ര ശതമാനം വീതം മാർക്ക് നേടി എന്നുള്ളത് കണ്ടെത്താനായിട്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സം ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ വിദ്യാർത്ഥിയുടെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക ഫോർവേഡ് സ്ലാഷ് ആണ് എക്സലിലെ ഡിവിഷൻ ഓപ്പറേറ്റർ. സോ ഡിവിഷന് വേണ്ടി ഫോർവേഡ് സ്ലാഷ്. ഈ കാണുന്ന സ്കോറുകളെല്ലാം ഔട്ട് ഓഫ് 100 ആണ്. അതായത് ഓരോ പരീക്ഷയ്ക്കും 100-ൽ എത്ര മാർക്ക് വീതം നേടി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആകെ 6 പരീക്ഷകളാണുള്ളത്. 6 × 100 600. എൻ്റർ. ഫോർമുല 0.57 എന്ന റിസൾട്ടാണ് തരുന്നത്. ഈ സംഖ്യയെ പെർസെൻറ്റേജ് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. പെർസെൻറ്റ് സ്റ്റൈൽ. ഡെസിമൽ പ്ലേസസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഡെസിമൽ. അതായത് രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥി 57% മാർക്കാണ് നേടിയത്. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓരോ വിദ്യാർത്ഥി നേടിയ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കിട്ടി. ഇനി ഇതിൽ എത്ര വിദ്യാർത്ഥികൾ പാസ്സായി, എത്ര വിദ്യാർത്ഥികൾ ഫെയിലായി എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. എല്ലാ പരീക്ഷകൾക്കും 35-ഓ അതിനു മുകളിലോ മാർക്ക് നേടിയ ആളുകളെയാണ് പാസ്സായതായിട്ട് കണക്കാക്കുക. സോ രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥി എല്ലാ വിഷയങ്ങൾക്കും 35-ഓ അതിനു മുകളിലോ മാർക്ക് നേടിയെങ്കിൽ അദ്ദേഹത്തിന് നേരെ പാസ് എന്നും, ഇനി അതല്ല ഏതെങ്കിലും ഒരു വിഷയത്തിനോ അല്ലെങ്കിൽ വിഷയങ്ങൾക്കോ 35-ൽ താഴെയാണ് മാർക്ക് നേടുന്നതെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഫെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പാസ് ഓർ ഫെയിൽ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആൻഡ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ പരീക്ഷയുടെ മാർക്ക് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35, കോമ. രണ്ടാമത്തെ പരീക്ഷയുടെ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35, കോമ. കമ്പ്യൂട്ടർ എക്സാമിൻ്റെ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35, ഫിസിക്സ്, കെമിസ്ട്രി, കോമ, ബയോളജി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ഇദ്ദേഹത്തിന് നേരെ പാസ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ്, പാസ്, ഡബിൾ കോട്ട്സ്, കോമ. ഇനി അതല്ല ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് നേരെ ഫെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ്, ഫെയിൽ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക ഫോർമുല ഫെയിൽ എന്ന റിസൾട്ടാണ് തരുന്നത്. ഇവിടെ നോക്കിയാൽ ഫിസിക്സ് എക്സാമിന് രാഹുൽ രമേശ് നേടിയത് 28 മാർക്കാണ്. അതുകൊണ്ടാണ് ഫോർമുല ഫെയിൽ എന്ന റിസൾട്ട് തരുന്നത്. ഈ മാർക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 41 ആക്കുന്നു. ഫോർമുലയുടെ റിസൾട്ട് മാറിയത് കാണാം. മറ്റൊരു സ്കോർ ചേഞ്ച് ചെയ്യുന്നു, 31. വീണ്ടും ഫോർമുല ഫെയിൽ എന്ന റിസൾട്ടാണ് കാണിക്കുന്നത്. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. എല്ലാ പരീക്ഷകൾക്കും 35-ഓ അതിന് മുകളിലോ മാർക്ക് നേടിയ ആളുകൾക്ക് നേരെ പാസ് എന്നും, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് 35-ൽ താഴെ മാർക്ക് നേടിയ ആളുകൾക്ക് നേരെ ഫെയിൽ എന്നും വന്നാൽ കാണാം. ഇനി ഓരോ ആളും നേടിയ ടോട്ടൽ മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. സാധാരണ അതിൽ റാങ്ക് കണ്ടെത്താനായിട്ട് നമ്മൾ റാങ്ക് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ റാങ്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നോക്കാം. റാങ്ക് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റാങ്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
ആദ്യത്തെ വിദ്യാർത്ഥിയുടെ ടോട്ടൽ മാർക്സ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ എല്ലാ വിദ്യാർത്ഥികളുടെയും ടോട്ടൽ മാർക്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഈ സെൽ റെഫറൻസുകൾ ആബ്സലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഫോമുല 11 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ടോട്ടൽ മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ രമേഷിൻ്റെ റാങ്ക് 11 ആണ്. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓരോ വിദ്യാർത്ഥി നേടിയ ടോട്ടൽ മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റാങ്ക് ഇവിടെ വന്നാൽ കാണാം. 517 മാർക്ക് നേടിയ ആളാണ് ഒന്നാമത്, 513 2, 249 മാർക്ക് നേടിയ ആളാണ് 14ാമത്, അതായത് അവസാനത്തെ റാങ്ക്. ഇനി ഇതിലൊരു പ്രശ്നമുള്ളത്, സാധാരണ അതിൽ പാസ്സായ ആളുകളെ മാത്രമാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. സോ പാസ്സായ ആളുകൾക്ക് നേരെ മാത്രം റാങ്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും റാങ്ക് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എല്ലാ വിഷയങ്ങൾക്കും പാസ് മാർക്ക് നേടിയ ആളാണോ വിദ്യാർത്ഥി എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പാസ് ഓർ ഫെയിൽ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ് കോമ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായ ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് കണ്ടെത്താനായിട്ട് സം പ്രോഡക്റ്റ് ഫോമുല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പാസ് ഓർ ഫെയിൽ എന്ന കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. ഈ സെൽ റെഫറൻസുകളെ ആബ്സലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 ഈക്വൽ ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ ഡബിൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടോട്ടൽ മാർക്സ് കൊടുത്തിട്ടുള്ള കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. ഈ സെൽ റെഫറൻസുകളെ ആബ്സലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 ഗ്രേറ്റർ ദാൻ ടോട്ടൽ മാർക്സ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി +1 കോമ. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ, അതായത് ഫെയിലായ വിദ്യാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ ഡബിൾ കോട്ട്സ് ഹൈഫൻ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോമിൽ ഇവിടെ ഒരു ഹൈഫനാണ് റിട്ടേൺ ചെയ്യുന്നത്, കാരണം ഇദ്ദേഹം ഫെയിലായ വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ മാത്സ് എക്സാമിൻ്റെ സ്കോർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം, 45 ആക്കുന്നു. നോക്കുക, വിദ്യാർത്ഥിക്ക് നേരെ പാസ് എന്ന് വന്നാൽ കാണാം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ റാങ്ക് ഇവിടെ വന്നു 9. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. എല്ലാ വിഷയങ്ങൾക്കും പാസ്സായ വിദ്യാർത്ഥികൾക്ക് നേരെ മാത്രമാണ് റാങ്ക് വന്നിരിക്കുന്നത്. 1ാം റാങ്ക് 2, 3, 9. അടുത്ത ഓരോ വിദ്യാർത്ഥിയുടെയും ഗ്രേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുക. 80% അതിനു മുകളിലോ മാർക്ക് നേടിയ ആളുകൾക്ക് എ ഗ്രേഡും 80%-നും 60%-നും ഇടയിൽ മാർക്ക് നേടിയ ആളുകൾക്ക് ബി ഗ്രേഡും 60%-ത്തിൽ താഴെ മാർക്ക് നേടിയ ആളുകൾക്ക് സി ഗ്രേഡും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഗ്രേഡ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കൊടുത്തിട്ടുള്ള കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80%, കോമ 80%-മോ അതിന് മുകളിലോ ആണ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എങ്കിൽ എ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് എ ഡബിൾ കോട്ട്സ് കോമ വീണ്ടും ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60%. 80%-നും 60%-നും ഇടയിലാണ് മാർക്കെങ്കിൽ ബി എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കോമ ഡബിൾ കോട്ട്സ് ബി ഡബിൾ കോട്ട്സ് കോമ 60%-ത്തിൽ താഴെയാണ് മാർക്കെങ്കിൽ സി എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് സി ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, ആദ്യത്തെ കാൻഡിഡേറ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് 60%-ത്തിൽ താഴെയാണ്, അദ്ദേഹത്തിന് നേരെ സി ഗ്രേഡ് എന്ന് വന്നാൽ കാണാം. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. 85.5% മാർക്ക് നേടിയ ആൾക്ക് നേരെ എ ഗ്രേഡ് എന്ന് വന്നാൽ കാണാം, 86.17 എ. ഇനി എല്ലാ വിഷയങ്ങൾക്കും പാസ്സായ ആളുകൾക്ക് നേരെ മാത്രം ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്താൽ മതിയെങ്കിൽ ഫോമുലയിൽ ഒരു ഇഫ് കണ്ടീഷൻ കൂടെ ചേർക്കുന്നു. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പാസ് ഓഫ് ഫെയിൽ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ് കോമ പാസ്സായെങ്കിലും മാത്രം ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ കോമ ഡബിൾ കോട്ട്സ് ഹൈഫൻ ഹൈഫൻ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ.
ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. പാസ്സായ ആളുകൾക്ക് നേരെ മാത്രമാണ് ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എക്സലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക്, അതായത് എക്സലിൻ്റെ ഏറ്റവും പുതിയ വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക് ഡൈനാമിക് അറേസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതിയ ഫോർമുലകൾ കുറച്ചുകൂടി സിമ്പിളാക്കാൻ സാധിക്കും. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.